ഹായ്, ഐ എം സമീഹ ഫ്രം ജോവിസ് പെർഫെക്റ്റ് അക്കാഡമി. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കുറച്ച് രണ്ട് ഫ്രേസസുകളെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, അവൻ പോയി, അല്ലെങ്കിൽ അവൻ പോയിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ഇവിടെ ഇല്ല, അല്ലെങ്കിൽ അവൻ മൊത്തമായിട്ട് പോയി, അവനിവിടെ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ അങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് പറയുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിൻ്റെ ഗ്രാമാറ്റിക്കൽ എറേഴ്സും ഗ്രാമാറ്റിക്കലി അതെങ്ങനെയാണ് നമ്മൾ പറയേണ്ടതെന്നുള്ള കാര്യങ്ങളുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ ഇതാണ് ഹി ഈസ് ഗോൺ, ഹി ഹാസ് ഗോൺ. നമ്മൾ രണ്ടും പറയാറുണ്ട് അല്ലേ. പക്ഷേ ഇത് രണ്ടും ഒരു അർത്ഥമല്ല ഉള്ളത്, രണ്ടും വേറെ വേറെ മലയാള അർത്ഥങ്ങളാണ് വരുന്നത്. ഓക്കെ, ഹി ഈസ് ഗോൺ എന്ന് പറഞ്ഞാലും വേറെ, ഹി ഹാസ് ഗോൺ എന്ന് പറഞ്ഞാലും വേറെ. അപ്പോൾ രണ്ടും സെയിം ആയിട്ട് തോന്നാം, പക്ഷേ ഇവിടെ കുറച്ച് അർത്ഥങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ഹി ഈസ് ഗോൺ നമുക്ക് നോക്കാം. അതായത് ഹി ഈസ് ഗോൺ, ഹി ഈസ് ഗോൺ എന്ന് പറഞ്ഞാൽ അവന് ഇവിടെ ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, അവൻ മൊത്തത്തിൽ അവൻ്റെ ആബ്സെൻസ് ആണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ് ഇത് മാറാം. ഓക്കെ, അതായത് കോണ്ടെക്സ്റ്റിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ അർത്ഥം വരാം. ഇപ്പോൾ ഹി ഈസ് ഗോൺ, വേർ ഇസ് ഹി ഈസ് ഗോൺ, അവനിവിടെ ഇല്ല, അവൻ പോയി, അവനിവിടെ ഇല്ല എന്നുള്ളൊരു അർത്ഥമാണ്. ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടു എന്നുണ്ടെങ്കിലും നമ്മൾ പറയാറുണ്ട് ഹി ഈസ് ഗോൺ, അവൻ മരണപ്പെട്ടു എന്നുള്ള രീതിയിലും നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതാണ് പറയുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ് നമ്മൾക്ക് ഹി ഈസ് ഗോൺ എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് നമ്മൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഹി ഈസ് ഗോൺ എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ ഇവിടെ ഇല്ല എന്നാണ് അത് അർത്ഥമാക്കുന്നത്, ഫുള്ളി ഹിസ് ആബ്സെൻസ്. ഓക്കെ, അതേപോലെ ഇത് ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ പ്രസൻറ്റ് സ്റ്റേറ്റിലാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് അത് കണ്ടീഷണൽ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്നത്, അതായത് എംഫസൈസ് ചെയ്ത് പറയുന്നത് എന്താണ്, അവൻ്റെ ഒരു ആബ്സെൻസിനെയാണ് ഇവിടെ എംഫസൈസ് ചെയ്ത് പറയുന്നത്. അതിൻ്റെ ഇവിടെ ആക്ഷനല്ല നമ്മൾ കാണിക്കുന്നത്. അവനിവിടെ ഇല്ല, അവൻ്റെ ആ ഒരു ആബ്സെൻസിനെയാണ് നമ്മളിവിടെ മെയിനായിട്ട് ഇവിടെ ഈ ഒരു സെൻറ്റൻസിൽ തന്നെ നമുക്ക് നോക്കി കാണാൻ പറ്റുന്നത്. അതായത് ഡോണ്ട് വെയിറ്റ് ഫോർ ഹിം, ഹി ഈസ് ഗോൺ. അവനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അവനിവിടെ ഇല്ല എന്നുള്ള പറയാം. ഇനി വേർ ഈസ് ഹി ഈസ് ഗോൺ എന്ന് പറയാം. സോ ഫുള്ളി ഹിസ് ആബ്സെൻസ്. ഓക്കെ, അപ്പോൾ ആളുടെ ഒരു തരി പോലും ഇല്ല, ആൾ സ്ഥലം കാലിയാക്കി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഹി ഈസ് ഗോൺ എന്നുള്ള സെൻറ്റൻസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഹി ഹാസ് ഗോൺ എന്ന് വരുമ്പോൾ, ഹി ഹാസ് ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവൻ പോയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ള രീതി പറയുമ്പോൾ ഹി ഹാസ് ഗോൺ എന്ന് പറയുന്ന സെൻറ്റൻസ് നമ്മൾക്ക് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഹി ലെഫ്റ്റ് ഏർലിയർ ആൻഡ് ഇസ് നോട്ട് ഹിയർ നൗ, അവൻ നേരത്തെ ഇവിടുന്ന് പോയിട്ടുണ്ട് പക്ഷേ അവനിപ്പോൾ ഇവിടെ ഇല്ല എന്നുള്ള രീതി പറയുമ്പോൾ നമുക്ക് ഹി ഹാസ് ഗോൺ യൂസ് ചെയ്യാം. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ആക്ഷനെയും പ്രസൻറ്റ് റിസൾട്ടിനെയുമാണ്. അതായത് ആ ഒരു ആക്ഷനും ഇപ്പോഴത്തെ ആ ഒരു റിസൾട്ടും പ്രസൻറ്റിലുള്ള ആ ഒരു റിസൾട്ടുമാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ഹാസ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് ഹാസ്. അത് മെയിൻലി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് ഗോ എന്ന് പറയുന്നത് V3. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്, സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3. അപ്പോൾ ഹാവ് എന്നുള്ളതാണെങ്കിലോ ഐ യൂസ് ചെയ്യാം. ഓക്കെ, ഐ യു വീതിയൊക്കെയാണ് സബ്ജക്റ്റ് എങ്കിൽ ഹാവ് യൂസ് ചെയ്യാം. ആൻഡ് ഇവിടെ ഹി ആയതുകൊണ്ട്, സബ്ജക്റ്റ് ഹി ആയതുകൊണ്ട്, സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഹാസ് യൂസ് ചെയ്തു എന്നുള്ളൂ. ഓക്കെ, സോ ആൻഡ് ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. സോ ഇപ്പോൾ അവൻ മാർക്കറ്റിൽ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹി ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ്. കണ്ടോ, അവൻ മാർക്കറ്റിലേക്ക് പോയിരിക്കുന്നു. സോ മാർക്കറ്റിലേക്ക്, സോ ടു ദ മാർക്കറ്റ്, ഹി ഹാസ് ഗോൺ ടു ദ മാർക്കറ്റ്, അവൻ അങ്ങോട്ട് പോയിരിക്കുന്നു. സോ അവൻ ചെയ്ത ആ ഒരു ആക്ഷൻ ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, പ്രസൻറ്റ് റിസൾട്ട് അല്ലേ. അതേപോലെ അവനിപ്പോൾ ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്, അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അവനിവിടെ ഇല്ല എന്നുള്ള രീതിയിൽ പറയാനാണ് അത് യൂസ് ചെയ്തത്. ആൻഡ് അവൻ വീട്ടിൽ പോയിരിക്കുന്നു എന്ന് പറയുമ്പോഴോ ഹി ഹാസ് ഗോൺ ഹോം എന്ന് പറയാം അല്ലേ. അവൻ വീട്ടിൽ പോയിരിക്കുന്നു, ഹി ഹാസ് ഗോൺ ഹോം. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം നമുക്ക് കാണാം, ടു ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ടു യൂസ് ചെയ്തില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വീട്ടിലേക്ക് പോയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ടു യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ടു ഹോം എന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ടു യൂസ് ചെയ്തിട്ട് പറയാം. ഓക്കെ, സോ അവൻ ജോലിക്ക് വേണ്ടി ലണ്ടനിൽ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, അവൻ ജോലിക്ക് വേണ്ടി ലണ്ടനിൽ പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹി ഹാസ് ഗോൺ ടു ലണ്ടൻ ഫോർ വർക്ക്. കണ്ടോ,
ടു ലണ്ടൻ ടു യൂസ് ചെയ്തു. അപ്പോൾ എന്തെങ്കിലും സ്ഥലമോ അല്ലെങ്കിൽ മാർക്കറ്റോ അങ്ങനത്തെ ഉള്ള പ്ലേസിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ടു യൂസ് ചെയ്തിട്ട് പറയാം. ഇപ്പോൾ വീട്ടിലേക്കാണെന്നുണ്ടെങ്കിലൊന്നും നമ്മൾക്ക് ഈ പറയുന്ന ടു യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ഐ ഹാവ് കം ടു ലണ്ടൻ, ഞാൻ ലണ്ടനിൽ എത്തി. അപ്പോൾ ഇവിടെ ഒന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചേ, നമ്മളിപ്പോൾ ഹീ ഹാസ് ഗോൺ ടു ലണ്ടൻ ഫോർ വർക്ക് എന്ന് പറഞ്ഞപ്പോൾ അവൻ അങ്ങോട്ട് പോയിരിക്കുന്നു, അവനിപ്പോൾ ഇവിടെ ഇല്ല, അവൻ പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് വരുന്നത് മീനിങ് അല്ലേ. അപ്പോൾ ഐ ആണ് വരുന്നതെങ്കിൽ ഐ ഹാവ് യൂസ് ചെയ്യാം. ആൻഡ് ഗോൺ എന്നല്ല വരേണ്ടത്, കം എന്നാണ്. കം, കെയിം, കം. അപ്പോൾ കം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ വന്നതെന്ന് ഒരു ഡൗട്ട് ഉണ്ടാവും. കം എന്ന് പറയുന്നത് V3 ഫോമാണ് കമ്മിൻ്റെ തന്നെ. കം, കെയിം, കം. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ കം വന്നത്. അതായത് നമ്മൾ ഗോൺ എന്ന് പറയില്ല, എത്തി എന്ന് പറയും. ഇപ്പോൾ ഹി ഹാസ് ഗോൺ ടു ലണ്ടൻ ഫോർ വർക്ക് അല്ലെങ്കിൽ ഹി ഹാസ് ഗോൺ ടു ലണ്ടൻ എന്ന് പറയാമെന്ന് വിചാരിക്കുക. അവൻ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഒരാൾ അഡ്രസ്സ് ചെയ്ത് പറയുന്നതാണ്. പക്ഷേ ഞാനാണെങ്കിലോ ഞാൻ അവിടെ പോയിട്ടുണ്ടെന്ന് പറയില്ല, ഞാൻ അവിടെ എത്തി എന്നാണ് പറയുക അല്ലേ. ആ ഒരു മീനിങ് നേരെ ഞാനിലേക്ക് വരുമ്പോൾ മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ കം നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ ഐ ഹാവ് കം ടു ലണ്ടൻ, ഞാൻ ലണ്ടനിൽ എത്തി എന്ന് പറയാം. ഇനി അപ്പോൾ ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സോ ഹീ ഹാസ് ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹി ഈസ് ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും രണ്ട് അർത്ഥങ്ങളാണ്. ഹി ഈസ് ഗോൺ എന്ന് പറയുമ്പോൾ ഫുള്ളി അവൻ്റെ ആബ്സെൻസ് ആയിരിക്കും വരിക. അവിടെ ആക്ഷനെ എംഫസൈസ് ചെയ്തല്ല പറയുന്നത്, അവിടെ ആളുടെ ആബ്സെൻസിനെയാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ഹി ഹാസ് ഗോൺ എന്ന് പറയുമ്പോൾ അത് പ്രസൻറ്റ് പെർഫെക്റ്റ്ലി യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് മെയിൻലി അവിടെ ആക്ഷൻ നമ്മൾ നോക്കുന്നുണ്ട്. ഒരിക്കലും എന്താണ് ഈ ഹി ഈസ് ഗോണും ഹി ഹാസ് ഗോണും ഒരിക്കലും ഒരേ മീനിങ് അല്ല വരുന്നത്. കാണുമ്പോൾ നമുക്ക് സെയിം ആയിരിക്കും, പോയി തന്നെയാണല്ലോ പറയുന്നതെന്ന്. പക്ഷേ അല്ല, അതിൻ്റെ മീനിങ് തമ്മിൽ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹി ഈസ് ഗോൺ ആൻഡ് ഹി ഹാസ് ഗോൺ തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നു വിചാരിക്കുന്നു. ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. സോ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ ബൈ.